ഹലോ അസ്സലാമലൈക്കും. നിങ്ങൾക്ക് റെസിപ്പി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിൻ്റെ കൂടെ ഫ്രൈഡ് റൈസ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതിലെ ബോൺലെസ് പോയി എടുത്തിനെ ഫിംഗർ ടൈപ്പ് മുറിച്ചിട്ട് എടുക്കണം. അരക്കിലോ കോഴി അതിന് വേണ്ടി 1/2 കിലോ ഞാൻ കോഴി എടുത്തിനേക്ക് ബേക്കിംഗ് സോഡ, പിന്നെ ഒരു സ്പൂണില്ല ചെറിയ സ്പൂണിൽ ബേക്കിംഗ് സോഡ എടുക്കണം. 4 സ്പൂൺ മൈദ, 4 സ്പൂൺ കോൺഫ്ലവർ ഇടണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഫുഡ് കളർ ഇല്ലേ റെഡ് ഫുഡ് കളർ ഇടണം. അതിനിട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടില്ലേ മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. 1/2 സ്പൂണില്ലേ കുറച്ച് ഫുഡ് കളർ ഇടണം. പിന്നെ അര ഗ്ലാസ് പാനി ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതേമാതിരി മിക്സ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ അതിനൊരു മണിക്കൂർ വെക്കണം. പിന്നെ ഒരു സൈഡിൽ എണ്ണ എടുത്തിട്ടില്ലേ എണ്ണക്ക് കഴിക്കാനിടണം. ഇതേമാതിരി ഇതാക്കിയിട്ട് എടുക്കണം. ഇതേമാതിരി നല്ല റെഡ് കളറാകുമ്പോൾ ഇല്ലേ ഇങ്ങനെ മാറ്റിയിട്ട് എടുക്കണം. നല്ല ടേസ്റ്റിനുണ്ടാക്കാം. ഫ്രൈഡ് റൈസിൻ്റെ തിന്നാൻ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇതേമാതിരി ഇല്ലേ 2 പ്രാവശ്യം കഴിച്ചിട്ട് എടുക്കണം. കുറച്ചുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ 2 പ്രാവശ്യം കഴിച്ചിട്ട് എടുത്തിന്. ഇതേ കളറാകുമ്പോൾ ഇങ്ങനെ മാറ്റി വെക്കണം. പിന്നെ സൈഡിലില്ലേ ഞാൻ തുള്ളി കുറച്ചില്ലേ കുത്തിയിട്ട് എടുക്കണം. മിക്സറിൽ കുറച്ച് കൂടുതൽ ഉള്ളി ഇല്ലേ നല്ല പൊടിച്ചിട്ടെടുക്കണം. ഉള്ളി മിക്സായി പിന്നെ ഇഞ്ചി തരം എടുക്കണം. കുറച്ച് ഇഞ്ചി ഇടണം. അങ്ങനെ കുറച്ച് ആൾക്കീര് കൊടുത്ത് പിന്നെ മുളക് പൊടിച്ചിടണം. പിന്നെ 3 ഒന്നിച്ചിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. കുറച്ച് മണം മാറുന്നത് വരെ പിന്നെ 2 സ്പൂണില്ലേ ഷെസ്വാൻ ചട്നി ഇടണം. അതിന് ഇളക്കിയിട്ട് കൊടുത്ത് പിന്നെ ടൊമാറ്റോ സോസ് ഇടണം. 2 സ്പൂൺ ടൊമാറ്റോ സോസ് 2 സ്പൂൺ ഇട്ട് പിന്നെ ചില്ലി സോസ് ഇല്ലേ റെഡ് അതിടണം 2 സ്പൂണ്. പിന്നെ 1 സ്പൂണില്ലേ ഗ്രീൻ ചില്ലി സോസ് ഇടണം. പിന്നെ സോയ സോസ് ഇല്ലേ അത് 1/2 സ്പൂൺ ഇടണം. എന്നിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം. അരമോട്ട് പൗഡർ കിട്ടുന്ന അത് 1/2 സ്പൂൺ ഇടണം. എൻ്റെ എത്തില്ല ഞാൻ അങ്ങനെ ഒരു മാഗി ട്യൂബിന് ഇട്ട്. പിന്നെ കുറച്ചില്ലേ ഫുഡ് കളർ ഇടണം. അതിട്ട് പിന്നെ മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. നമുക്ക് ഇതേമാതിരി മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. പിന്നെ 1 സ്പൂണ് 1/2 ഗ്ലാസ്സിലെ വെള്ളം ഒഴിക്കണം. കുറേ ഒഴിക്കാൻ പാടില്ല. 1/2 ഗ്ലാസ് ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ആക്കി കൊടുത്ത് പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ 2 സ്പൂണില്ലേ കോൺഫ്ലവർ ഇടണം. 2 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് പിന്നെ നല്ല ഇളക്കിയിട്ട് കൊടുക്കണം. കട്ട പിടിക്കാൻ പാടില്ല. അല്ലെങ്കിൽ തണ്ണിയിൽ ഇങ്ങനെ 2 സ്പൂൺ ഇട്ടിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് ഇളക്കിയിട്ട് കൊടുത്ത് പിന്നെ ഒഴിച്ചാലും മോശമില്ല. ഇതേമാതിരി ഇട്ടിട്ട് ഇതിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കട്ട പിടിക്കും. പെട്ടെന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. പിന്നെ 2 ഉള്ളിയില്ലേ ചൗക്കന് മുറിച്ചിട്ടില്ലേ ഇതേമാതിരി ഇടണം. മുറിച്ചിട്ട് അതിനെ കുറച്ച് ഇളക്കിയിട്ട് കൊടുത്തേ പിന്നെ ഇല്ലേ നമ്മൾ ഈ കോഴി കഴിച്ചിട്ട് എടുത്തിട്ടില്ലേ കോഴിനെ ഇടണം. ഇട്ട് നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ ഇതിനെ നല്ല മിക്സ് ആക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. ഇതേമാതിരി നോക്കാമല്ലോ. പിന്നെ ഇതിൻ്റെ മേൽക്കില്ലേ ഞാൻ ഉള്ളീൻ്റെ കുറച്ച് ബാജി ഇട്ട് നല്ല ടേസ്റ്റ് ഒരിക്കൽ ഉണ്ടാക്കി നിങ്ങൾ നോക്കി. കാണാൻ നല്ല ടേസ്റ്റ്, കഴിക്കാൻ നല്ല ടേസ്റ്റ്. പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയല്ലേ ഫ്രൈഡ് റൈസും മുട്ടേൻ്റെ. ഞാൻ 3 മുട്ട എടുത്തിന്. പിന്നെ ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഇല്ലേ ഇവിടെ മിക്സിയിൽ പൊടിച്ചിട്ടെടുത്തിന് അതിനിടണം. പിന്നെ 3 മുട്ട ഇടണം. അതിനായിട്ട് നല്ല ഇളക്കിയിട്ട് കൊടുക്കണം. മുട്ടേൻ്റെ മണം മാറുന്നത് വരെ നല്ല ഇളക്കിയിട്ട് കൊടുത്ത് പിന്നെ ഇല്ലേ ആവശ്യത്തിന് ഉപ്പിടണം. പിന്നെ വെറും സിമ്പിൾ ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് ക്യാപ്സിക്കമും ഉള്ളിൻ്റെ ഭാജിയും കുറച്ച് ഇട്ടു. അതിനിട്ടിട്ട് ഇളക്കിയിട്ട് കൊടുത്തേ പിന്നെ ഇല്ലേ 1 സ്പൂണ് കുരുമുളക് പൊടിയും 1/2 സ്പൂണ് വിനീഗറും 1/2 സ്പൂൺ ഇല്ലേ സോയ സോസ് അതിടണം. പിന്നെ കുറച്ച് അജിനോമോട്ടോ ഇടണം. ഇട്ടിട്ട് പിന്നെ ഇളക്കിയിട്ട് കൊടുത്തേ പിന്നെ ചോറില്ലേ ചോറ് ഉപയോഗിച്ചിട്ട് വെച്ചിട്ടുണ്ടായി ഞാൻ. ചോറിട്ട പിന്നെ ഇല്ലേ ഇളക്കിയിട്ട് കൊടുക്കണം. ഇളക്കിയിട്ട് കൊടുത്തേ പിന്നെ ഉള്ളീൻ്റെ ഭാജി ഇങ്ങനെ ഇട്ടാൽ മതി. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ ഫ്രൈഡ് റൈസ്.